ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അംഗീകരണം കിട്ടും എന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരസ്കരണം ലഭിച്ചിട്ടുണ്ടോ? മാനിക്കുമെന്ന് പ്രതീക്ഷിച്ചവരിൽ നിന്ന് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, പലരിൽ നിന്നും ഒരുപക്ഷെ നാം നന്മ പ്രതീക്ഷിച്ചു, പക്ഷേ തിന്മ ലഭിക്കുമ്പോൾ, മനുഷ്യർ നമ്മെ ചവിട്ടി താഴ്ത്തുമ്പോൾ, പലപ്പോഴും അവരുടെ നേട്ടത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി നമ്മെ പലരും ചവിട്ടി താഴ്ത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ആ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പ്രിയ സഹോദരങ്ങളെ, ഇത് മറിയയുടെ വാക്കുകളാണ്. അവൾ പറയുകയാണ്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ദൈവം സ്നേഹത്തോടുകൂടെ താഴ്ത്തപ്പെട്ടവരിലേക്ക് നോക്കുകയാണ്. ആ താഴ്ച കണ്ട് ദൈവം അവളെ ഉയർത്തുകയാണ്. അതെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മറിയ ഒരു ദരിദ്രയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ ഏതോ വിധത്തിൽ അവൾ താഴ്ത്തപ്പെട്ടിരുന്നിരിക്കാം. ഏതോ വിധത്തിലുള്ള പ്രതിസന്ധികൾ അവളുടെ ലൈഫിലുണ്ടായിരുന്നു. അവൾ പ്രതീക്ഷിച്ചിരുന്നവരിൽ നിന്ന് അവൾ താഴ്ച അനുഭവിച്ചു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. എന്നാൽ അവൾ പറയുകയാണ്, ദൈവം എൻ്റെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുകയാണ്. ദൈവം വലിയ കാര്യം തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷ വയ്ക്കേണ്ടത് മനുഷ്യരിലല്ല. നാം മനുഷ്യരിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ നാം നിരാശരായിത്തീരും. എന്നാൽ ഉയർത്തുന്ന ദൈവത്തിൽ പ്രതീക്ഷ വെച്ചാട്ടെ, മാനിക്കുന്ന ദൈവത്തിൽ പ്രതീക്ഷ വെച്ചാട്ടെ. യേശു കർത്താവ് നിങ്ങളെ താഴ്ത്തുന്ന ദൈവമല്ല, അവിടുന്ന് നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവപ്രസാദം വന്നപ്പോൾ അവളുടെ ഉള്ളിൽ യേശു കർത്താവ് ജനിക്കുകയാണ്. അവളിൽ നിന്ന് യേശു കർത്താവ് ജനിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, നിങ്ങളിൽ നിന്ന് യേശു ജനിക്കുമ്പോൾ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതം ഏറ്റവും മാനിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മാറുന്നു. അതെ, മനുഷ്യർ മറന്നാലും, മനുഷ്യർ മാറിക്കളഞ്ഞാലും, തള്ളിക്കളഞ്ഞാലും, തള്ളിക്കളയാത്ത, മറക്കാത്ത ഒരു യേശു നിങ്ങൾക്കായിട്ടുണ്ട്. ആ യേശു കർത്താവിനോട് ചേർന്ന്, യേശു കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ചാട്ടെ. നിശ്ചയമായും അവിടുന്ന് നിങ്ങളുടെ താഴ്ചയെ കടാക്ഷിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ ദിവസങ്ങൾ നിങ്ങളെ ദൈവം മാനിക്കുവാൻ വേണ്ടി പോവുകയാണ്, ഉയർത്തുവാൻ വേണ്ടി പോവുകയാണ്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.